എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ഓയിൽ ഫ്രീ ചിക്കൻ ഇഷ്ടു എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 250 ഗ്രാം ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി, 3 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 5 മണി നല്ല ജീരകം, ഒരു നുള്ള് പെരുംജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ചതച്ച് വെക്കാം. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഉരുളൻകിഴങ്ങ് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അതിന് ക്യാരറ്റിൻ്റെ പകുതിയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ ഒരു ചെറിയ സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നൈസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ട് ചിക്കനും ഉരുളൻകിഴങ്ങും കൂടെ നമ്മൾ ഒന്നിച്ചാണ് വേവിക്കുന്നത്. അതിലേക്ക് നമ്മൾ മസാലകൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ, അതൊക്കെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. പിന്നെ നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്നുള്ള സബോള, അതിൽ നിന്ന് 2 ടീസ്പൂണ് സബോളയും കൂടെ ആഡ് ചെയ്ത് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടെ ഇട്ട് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഒത്തിരി വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലൊക്കെ ഒഴിച്ചാലാണ് കറികൾക്ക് നല്ല ടേസ്റ്റ് കിട്ടുക എന്നൊക്കെ. ഇല്ല, എല്ലാ കറികൾക്കും അങ്ങനെയില്ല. ഇഷ്ടു അതുപോലെ കുറുമയ്ക്കൊക്കെ നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാണ്ടാവുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത്. വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് വരിക. പക്ഷേ അത് ചേർത്തില്ലെങ്കിൽ ഈ കറിയുടെ പെർഫെക്റ്റ് ടേസ്റ്റ് വരും. അതുപോലെ ഇതിലൊന്നും ഒത്തിരി മസാലകൾ നമ്മൾ ചേർക്കാൻ പാടില്ല. അപ്പോൾ മസാലയുടെ കുത്തെടുക്കുക. അതുപോലെ കുരുമുളകും അതെ പാകത്തിന് ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കൂട്ടാൻ്റെ ഒരു ഭംഗി പോവും. നമുക്കിനി ഇത് കുക്കറിലിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് 2 വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തിടാം. ഉരുളൻകിഴങ്ങ് ചിക്കൻ്റെ കൂടെ വേവിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. കറി ഒന്ന് കുറുതായും കിട്ടുകയും ചെയ്യും. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള നാളികേരപ്പാൽ തയ്യാറാക്കാം. ഞാനിവിടെ ഒരു നാളികേരാണ് ചെരുകി വെച്ചിരിക്കുന്നത്. അതിൻ്റെ പാൽ പിഴിയാം. നമുക്കിതിലേക്ക് 3/4 ഗ്ലാസ് 1-ാം പാൽ, അതായത് കട്ടി തേങ്ങാപ്പാലും 1.5 ഗ്ലാസ് 2-ാം പാലുമാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് ചൂടാക്കി പൊടിക്കാത്ത ഗരം മസാലയാണ് ആവശ്യം. അതിനായിട്ട് ഞാൻ 1/4 സ്പൂൺ പെരുംജീരകം, ഒരു കഷ്ണം പട്ട, ഒരു ഏലയ്ക്ക, 2 ഗ്രാമ്പു ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഞാൻ മിക്സിയിൽ പൊടിക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മിയിലാണ് പൊടിക്കുന്നത്. ഇനിയിപ്പോൾ അമ്മിയിലൊന്നും പൊടിക്കാൻ പറ്റില്ല, മിക്സിയിലാണ് പൊടിക്കാൻ പറ്റുമെന്നുള്ളവർക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഒരു 8 ഗ്രാമ്പു, 3 ഏലയ്ക്ക, 2 പട്ട, 1/2 ടീസ്പൂൺ പെരുംജീരകം ഇതെല്ലാം കൂടെ എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് നമുക്കതൊന്ന് അരിച്ചെടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ കുക്കർ 2 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ചിക്കനും ഉരുളൻകിഴങ്ങൊക്കെ വെന്ത് കറക്റ്റായിട്ടുണ്ട്. അതിന് സ്വല്പം വെള്ളമൊക്കെ ഉണ്ട്. നമുക്ക് ഈ പാനിലിട്ടിട്ട് സബോളയും അതുപോലെ തന്നെ ക്യാരറ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കേണ്ടതുണ്ട്. ഒത്തിരി ഫ്രൈ ആവേണ്ട, ജസ്റ്റ് ഒന്ന് ആയാൽ മതി. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂണ് 1-ാം പാൽ, അതായത് കട്ടി തേങ്ങാപ്പാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് 2 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സബോളയും ക്യാരറ്റും ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ ഉപ്പിട്ടെങ്കിൽ മാത്രമാണ് സബോളയിൽ ഉപ്പ് പിടിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ ചിക്കനിൽ മുന്നേ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഞാനെങ്കിലും ഇതിലൊരു 1/4 സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയിട്ട് ഇടുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്, നല്ലൊരു മണമാണ്. നിങ്ങളും ദയവായി അത് ചെയ്യണം. അപ്പം ഞാൻ അതിലേക്ക് ഒരു പച്ചമുളക് കീറിയിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അത് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി, ഒത്തിരി ഫ്രൈ ഒന്നും വേണ്ട. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്യാം. നമ്മൾ ചിക്കനും ഉരുളൻകിഴങ്ങും കൂടെയാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. നമുക്കത് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം അടച്ച് വേവിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് നമുക്ക് 2-ാം പാല് ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് 1.5 കപ്പ് 2-ാം പാല് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് 10 മിനിറ്റ് വേവിക്കാം. നമുക്കൊരു ഫുൾ ഫ്ലെയിമിൽ വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇടാൻ പറ്റും. ഇപ്പോൾ ഒരു 10 മിനിറ്റായി
നമുക്കിതൊന്ന് തുറന്ന് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഞാൻ ഈ 10 മിനിറ്റിൻ്റെ മുമ്പ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്ന് ഇളക്കി അടച്ചു വെച്ചിരുന്നതാണ്. നിങ്ങളും അങ്ങനെ ഒന്ന് ചെയ്യുന്നത് നന്നായിരിക്കും. അന്നേരം നമുക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ കുറവ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഞാനിതിൽ ഉപ്പ് ഒന്ന് നോക്കുകയാണ്. എനിക്ക് ഉപ്പ് ഇത്തിരി കുറവുണ്ട്. ഞാൻ അതുകൊണ്ട് ഇതിലേക്ക് സ്വല്പം കൂടെ ഉപ്പ് ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ഇളക്കാൻ പാടില്ല, അപ്പോൾ ഇതൊക്കെ ഉടഞ്ഞു പോവും. അപ്പോൾ ഇതൊക്കെ വേവൊക്കെ കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ, നല്ല ടേസ്റ്റിൽ, നല്ല മണത്തിലാണ് ഇരിക്കുന്നത്. ഇനി ഫൈനലായി നമുക്കിതിലേക്ക് കട്ടി തേങ്ങാപ്പാലുണ്ടല്ലോ, നമ്മുടെ 1-ാം പാല്, അതൊഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ച മസാല ആഡ് ചെയ്ത് അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു പച്ചമുളക് ജസ്റ്റ് ഒന്ന് കീറിയിട്ട് അടച്ച് 2 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാം. നമ്മുടെ ഓയിൽ ഫ്രീ ചിക്കൻ സ്റ്റൂ ആണ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റാണ്, വളരെ എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പല കാരണം കൊണ്ടും പലർക്കും ഓയിൽ ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ട്. അവർക്കൊക്കെ അത് ഒത്തിരി ഇഷ്ടപ്പെടും, അവർക്ക് ഒരുപാട് സഹായമാണ്. അപ്പോൾ അവരെന്തായാലും ഇത് ട്രൈ ചെയ്ത്, അവർ മാത്രമല്ല എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, നമുക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഞാനിപ്പോൾ ഇതൊരു ചെറിയൊരു അളവിലാണ് ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.